ഇന്ന് ഞാനുണ്ടല്ലോ സാന്റാക്ലോസിന്റെ കൂടെ കാണുന്ന റെയിൻഡിയറിന്റെ പിന്നിലെ ഒരു രസകരമായ കഥ പറയാം. കഥയാണോ മിത്താണോ ഇതെങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്നാലും എനിക്കിത് കേട്ടപ്പോൾ ഒരു പുതിയ അറിവും എനിക്ക് പുതിയ അറിവായിരുന്നു കേട്ടോ. അതുപോലെ രസകരമായിട്ടും തോന്നി. അതുകൊണ്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാന്ന് കരുതി. എല്ലാ വർഷവും ഇവിടെ ക്രിസ്മസിന് ഞങ്ങൾ ഫാമിലി ആയിട്ട് പ്രത്യേകിച്ച് മോളുമായിട്ട് കാണുന്ന ഒരു സിനിമയാണ് ക്രിസ്മസ് ക്രോണിക്കിൾസ്. പക്ഷെ ഇത്തവണ ഞാൻ ആ സിനിമ കണ്ടപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ സാന്റാക്ലോസ് റെയിൻഡിയേഴ്സിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഗുഡ് ജോബ് ലേഡീസ് എന്ന്. എന്തുകൊണ്ടാണ് സാന്റാക്ലോസ് ഇവരെ ലേഡീസ് എന്ന് വിളിച്ചതെന്ന് പെട്ടെന്ന് എനിക്കൊരു സംശയം തോന്നുകയും സത്യം പറഞ്ഞാൽ ഞാനും ഗൂഗിളൊക്കെ നോക്കിയാണ് ഇതിന്റെ പിന്നിലെ രഹസ്യം കണ്ടെത്തിയത്. സംഭവം ഇതാണ്. സാന്റാക്ലോസിനെ ഈ നോർത്ത് പോളിൽ ഇങ്ങോട്ട് ഇത്ര വേഗം കൊണ്ടുവരുന്നത് പെൺ റെയിൻഡിയേഴ്സ് ആണ്, ആൺ റെയിൻഡിയേഴ്സ് അല്ല. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ആൺ റെയിൻഡിയേഴ്സ് എല്ലാം നവംബർ മാസത്തിൽ മേറ്റിംഗ് കഴിഞ്ഞിട്ട് അവരുടെ ആൻലേഴ്സ് അല്ലെങ്കിൽ കൊമ്പല്ല ആൻലേഴ്സ് എന്നാണ് റെയിൻഡിയേഴ്സിന് പറയുന്നത്, അത് പൊഴിച്ചു കളയും. പെൺ റെയിൻഡിയേഴ്സ് ആണെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി മെയ് മാസത്തിലെ ഈ ആൻലേഴ്സ് പൊഴിച്ചു കളയത്തുള്ളൂ. അപ്പൊ സാന്റാക്ലോസിന് ഈ കൊമ്പില്ലാത്ത റെയിൻഡിയേഴ്സുമായിട്ട് ഇങ്ങോട്ട് വരാനുള്ള നാണക്കേട് കാരണമായിരിക്കും ഒരുപക്ഷെ പെൺ റെയിൻഡിയേഴ്സുമായിട്ട് വരുന്നത്. ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെയുണ്ട്. സാന്റാക്ലോസിന്റെ കൂടെ റുഡോൾഫ് ദ റെഡ് നോസ് റെയിൻഡിയർ എന്ന് പറയുന്ന ഒരു റെയിൻഡിയർ ഉണ്ട്. അത് ശരിക്കും ആണാണോ പെണ്ണാണോ എന്ന് ഇപ്പോഴും എല്ലാവർക്കും ഒരു സംശയമാണ്. ചില ആൾക്കാർ അത് ആണാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ ചില ആൾക്കാർ അതൊരു പെണ്ണാണെന്നും പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ.